ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പം കുറേ കാരണങ്ങൾ കൊണ്ടൊന്നും നമുക്ക് വീഡിയോസൊന്നും ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഭഗവാന്റെ പുണ്യമാസം വൈശാഖ മാസത്തിൻ്റെ ആരംഭം ആയതുകൊണ്ട് ഇന്ന് തന്നെ വീഡിയോ തുടങ്ങാമെന്ന് നമ്മൾ കരുതി. അപ്പോൾ കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു നമുക്ക് അടുക്കളത്തോട്ടം ഉണ്ടാക്കണം എന്നുള്ളത്. പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയതോടുകൂടി അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലേ, നമ്മുടെ വിഷമങ്ങളൊക്കെ മാറാനും നല്ല സന്തോഷം ഉണ്ടാവാനും അങ്ങനെയൊക്കെ. ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ അതൊക്കെ ചെറുതിലേ തന്നെ ശീലിപ്പിക്കുന്നത് നല്ല ഇതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബാക്കിയുള്ള പച്ചക്കറികളുടെയൊക്കെ കൃഷി ചെയ്ത് നട്ടുപിടിപ്പിച്ചേക്കുന്നതൊക്കെ ഞാൻ പിന്നീട് വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ചെയ്തിരുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോസും ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയൊക്കെ സെയിൽ വീഡിയോസാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അഗ്ലോണിമ അങ്ങനെയുള്ള ചെടികളുടെ വീഡിയോസൊക്കെയാണ്, സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മളുടെ വീഡിയോസിൽ ഇങ്ങനെ വെജിറ്റബിൾ ഗാർഡൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി ഒരു പാവയ്ക്ക കേട്ടോ. ഞങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച് നടന്നിട്ട് കയ്യിൽ കിട്ടിയൊരു പാവയ്ക്കാണിത്. ഇതിൻ്റെ പേര് കുട്ടിപ്പാവൽ എന്നൊക്കെ ഇതിനെ പറയും, പിന്നെ കാട്ടുപാവൽ എന്നൊക്കെ പറയും. പക്ഷേ ഔഷധ ഗുണത്തിൽ എന്താ പറയുക, നമ്മളുടെ സാധാരണ പാവയ്ക്കിനേക്കാളും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു പാവയ്ക്കാണിട്ടത്. അത് കൊളസ്ട്രോൾ, ഷുഗർ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു തോരൻ വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പാവയ്ക്കാണിത്. എന്ന് വെച്ചാൽ കയ്പ്പൊട്ടും തന്നെ ഇല്ലാത്തൊരു പാവയ്ക്കാണിത്. നമുക്ക് പച്ചയ്ക്ക് വെറുതെ കടിച്ച് തിന്നാൻ പറ്റും. ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെറുതെ പറിച്ചെടുത്ത് കഴുകിയിട്ട് നമുക്ക് വെറുതെ കടിച്ച് തിന്നാൻ പറ്റും. എന്നാൽ പോലും ഒട്ടും കയ്പ്പില്ലാട്ടതിന്. പിന്നെ ഇതിന് നല്ല ഒരു നമ്മുടെ ഒരു ഫിംഗറിൻ്റെയൊക്കെ വലിപ്പം മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. പിന്നെ ഇത് എന്താ പറയുക, അധികം മൂക്കുന്നതിന് മുമ്പ് പിഞ്ചായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുവോടുകൂടി നമുക്ക് തോരൻ വെച്ച് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ചിത്തിരി മൂത്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു നമ്മൾ കളഞ്ഞിട്ടാണ് തോരൻ വയ്ക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ആ കുരു നമുക്കിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ മെഴുക്ക് പുരട്ടിയോ തോരനോ അങ്ങനെയൊക്കെ വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റുമാണ്. നല്ല ഔഷധ ഗുണമുള്ള ഒരു പാവയ്ക്കാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് ഇപ്പോൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ വിത്തൊക്കെ കൊണ്ടുവന്ന് നമ്മൾ തൈകളാക്കി ഇപ്പം നമ്മളുടെ വീട്ടിൽ കായ്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.